നേരം പരപരാ വെളുത്തു തുടങ്ങി. രാവിലെ തന്നെ ഡ്യൂട്ടി തുടങ്ങി കേട്ടോ. ക്ലീനിങ്ങിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഇന്ന് എണീറ്റത്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിളായ മുട്ട ദോശ തന്നെ ആദ്യം റെഡിയാക്കി. പിന്നെ ഉറങ്ങിക്കിടന്ന പൂപ്പീനെ ഒന്ന് ചെന്ന് കണ്ടു. രാവിലെ തന്നെ പണിയെല്ലാം തീർത്ത് ഒരു യാത്രയുണ്ട്. അതുകൊണ്ട് ചോറും റെഡിയാക്കി. കുറച്ച് ഉണക്കമീൻ ക്ലീൻ ചെയ്ത് വറുത്ത് കേട്ടോ. പിന്നെ എന്തായാലും ചോറിനൊരു കറിയായിട്ട് എന്തെങ്കിലും ഒരു തോരൻ വേണം. കുറച്ച് ക്യാബേജും പയറും കൂടെ തോരൻ വെച്ചു. അപ്പോളാട്ടോ മീൻചേട്ടൻ ഓണടിക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ ചെന്ന് കുറച്ച് കിളിമീനും അയലയോ വാങ്ങിച്ചത്. കൊഴുവയുണ്ടായിരുന്നു, പക്ഷെ സ്ഥിരം കൊഴുവ വാങ്ങിച്ച് മടുത്ത് കേട്ടോ. കിളിമീൻ വെട്ടാൻ മടിയായതുകൊണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം അയല മാത്രം കുറച്ച് വറക്കാൻ, കുറച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. അയല പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ. തലഭാഗം കറിയുമാക്കാം, ഉടൽ വറക്കുകയും ചെയ്യാം. അങ്ങനെ വേഗം തന്നെ ജോലിയെല്ലാം ചെയ്തു തീർത്ത് കേട്ടോ. എനിക്ക് അടുക്കളയിലെ പണിയെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും. വേഗം തന്നെ മീൻ വറുത്തു. പിന്നെ കുറച്ച് മീനെടുത്ത് കറിയും വെച്ചു. ഇന്ന് ഞാനൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളോട്? ആ യാത്ര എന്ന് പറഞ്ഞ് മനോഹരമായൊരു സ്ഥലത്തേക്ക് തന്നെയാട്ടോ. കോളപ്പറ, അറക്കുളം ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. മുട്ടം നീലൂർ വഴിയാണ് കേട്ടോ യാത്രയെല്ലാം. കോട്ടയം ഇടുക്കി മേഖലകളെല്ലാം ഇങ്ങനെ മലയും മരങ്ങളും എല്ലാം ഉള്ള നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പം നല്ല തണുത്ത കാറ്റും ഈ കാഴ്ചകളെല്ലാം കണ്ടു പോകുമ്പം നമുക്ക് യാത്രാക്ഷീണം തന്നെ ഇല്ല കേട്ടോ. കാരണം അത്രയേറെ കാണാൻ മനോഹരമാണ് കേട്ടോ ഈ യാത്ര. ഞാൻ കുറേ സമയം വീഡിയോ എല്ലാം എടുത്തു. പിന്നെ കുറച്ച് സമയം ഫോൺ ഓഫെല്ലാം ചെയ്ത് വെച്ച് ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു. ഈ വഴി ഞാൻ ഇതാദ്യമായിട്ട് പോകുന്നതല്ല. എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന കോളപ്ര എന്ന സ്ഥലമാണ്. ഇവിടെ പല സിനിമയുടെയും ലൊക്കേഷൻ സ്പോട്ട് കൂടിയാണ് കേട്ടോ. ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം രസതന്ത്രം മാത്രമാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്. കുറേ സിനിമ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളോടിത് പറയാമെന്ന് വിചാരിച്ച് ആലോചിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. നമ്മൾ ഈ പാലത്തെ കയറുമ്പം ഇവിടെ സിഗ്നലുണ്ട്. നമ്മൾ ഈ ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോഴാണ് കേട്ടോ ഇതിലൂടെ യാത്ര ചെയ്യേണ്ടത്. ഒരു സമയം ഒരു ദിശയിലോട്ടുള്ള വാഹനം മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. ശാന്തമായിട്ടൊരുങ്ങുന്ന ഒരു പുഴയാണ്. കുറേ ടൈം ഇങ്ങനെ ഈ പാലത്തെ കൂടെ പോകണം കേട്ടോ. ഞങ്ങൾ വളരെ സ്ലോയിലാണ് വണ്ടി ഓടിച്ചത്. കാരണം ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം കുറച്ച് പേടിയും കൂടെ തോന്നും കേട്ടോ. പിന്നെ ഇതൊരു ഷാപ്പും പിന്നെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടിയാണ്. തറവാടെന്നാണ് പേര്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഫാമിലി സ്പോട്ടിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇതെല്ലാം. പക്ഷേ ഞങ്ങൾക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലെല്ലാം ആളുകൾ ഫില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്തിരിക്കാനുള്ള സീറ്റാട്ടോ കിട്ടിയത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ പിടിച്ചു. ഞങ്ങൾക്ക് ചോറുണ്ണാൻ തോന്നുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് ഞങ്ങൾ ചോറെല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം മറ്റെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ആസ്വദിച്ച് വന്നെങ്കിലും പാറുവിന് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആകെ തളർന്നിരിക്കുവാണ്. പാറുവിന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്യാത്ത പോർക്കാണ് ആദ്യം തന്നെ വന്നത്. അപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ പോർക്ക് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഇടയ്ക്കൊന്ന് തള്ളിപ്പോയി കേട്ടോ. അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ ഇന്ന് ഈ അറക്കുളത്തിന് യാത്ര ചെയ്യുന്നതിനൊരു കാരണമെന്ന് പറയുന്നത് എൻ്റെ ചേച്ചി താമസിക്കുന്ന അറക്കുളത്താണ്. അപ്പോൾ എനിക്കൊരു ചേച്ചിയുടെ അടുത്തൂടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനൊരു സന്തോഷമുള്ളൊരു യാത്രയാകാം. ആ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ കയറി ഭക്ഷണം കഴിക്കാം, കുറച്ച് എൻജോയ് ചെയ്യാം എന്നെല്ലാം വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ സൺഡേയും സാറ്റർഡേ എല്ലാം മിക്കപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. പൊറോട്ടയും കപ്പയും ഫിഷ് കറിയും പിന്നെ ഞങ്ങൾ ബീഫ് ഫ്രൈയുമാണ് ഓർഡർ ചെയ്തിരുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. അത്യാവശ്യം രുചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു. കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞങ്ങളെല്ലാം വാങ്ങിച്ചത്. കാരണം വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കുന്നൊരു ഹോബിയാണ്. അതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഫാമിലി ഷാപ്പിൽ കയറുന്നത്. ഇവിടെ നമുക്ക് കള്ളൊക്കെ കുടിക്കാനും കിട്ടും കേട്ടോ. അങ്ങനെ വാങ്ങിച്ച് കഴിക്കുന്നവരും ഉണ്ട്. ഞങ്ങൾ പക്ഷേ ഭക്ഷണം മാത്രമാണ് കേട്ടോ കഴിച്ചത്. കാരണം ചേട്ടയ്ക്ക് ഡ്രൈവ് ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ ആ വണ്ടിയെ വന്ന പാലത്തിലോട്ട് ഞാനൊന്ന് പോയി. ഈ ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ കാണുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കയറി ഇങ്ങനെ കുറേ ടൈം ഫോട്ടോ എടുക്കാനോ അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ലെന്ന്. ഞാനിതൊക്കെ ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാട്ടോ കാണുന്നത്.
അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നമുക്ക് ഇങ്ങനെ കയറി കുറേ സമയം അവിടെ നിൽക്കാൻ പാടില്ല. അത് കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു തോടാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. അറിയാത്ത ആളുകൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അറക്കുളത്ത് ഒരുപാട് മരണങ്ങൾ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ജലനിരപ്പ് നമ്മൾ ഈ കാണുന്ന പോലെയല്ല, പെട്ടെന്നായിരിക്കും ഉയരുക. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഇറങ്ങരുത് കേട്ടോ. അതും കൂടി ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാത്ത സ്ഥലത്ത് ഇങ്ങനത്തെ തടാകങ്ങളും തോടും ഒക്കെ കാണുമ്പോൾ വേഗം ഇറങ്ങരുത് കേട്ടോ. യാത്രകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോഴേക്ക് എനിക്കൊരു കൊറിയറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊട്ടിച്ച് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.